ഒരു ദേശത്തിൻ്റെ കഥയിൽ നിന്ന് എങ്ങനെ മറക്കും ഈ കഥാപാത്രങ്ങളെയൊക്കെ. ചക്കരച്ചോറും കരിമ്പൂച്ചയും കുടക്കാലും വെറുതെ നിൽക്കുകയായിരുന്നു. മരക്കൊത്തിനെ ഒന്ന് കൂക്കിപ്പേടിപ്പിച്ചാലോ? ആശാരിയുടെ ആശയമാണ്. ഉസ്താദ് സമ്മതം മൂളി. ആശാരിയുടെ ചെകുത്താൻ കൂക്കി ഒന്ന് കേൾക്കേണ്ടതാണ്. അത് കേട്ടാൽ സാക്ഷാൽ ചെകുത്താൻ പോലും പേടിച്ചു മണ്ടും. ആശാരിയോടൊപ്പം കരിമ്പൂച്ചയും പോയി. തൊടിയുടെ മൂലയിൽ നിന്ന് നട്ടപ്പാതിരയ്ക്ക് ചെകുത്താൻ കൂക്കി കേട്ട് കോലായിൽ കിടക്കുന്ന മരക്കൊത്തൻ പേടിച്ചു വിറയ്ക്കുന്ന രംഗമൂർത്ത് ശ്രീധരൻ തനിയെ ചിരിച്ചുപോയി. എനിക്കുറക്കം വരുന്നു, ഒരു കോട്ടുവായിട്ടുകൊണ്ട് ബാലൻ പറഞ്ഞു. എന്നാൽ കുടക്കാൽ പോയി കിടന്നുറങ്ങിക്കോ. ഉസ്താദ് സമ്മതം കൊടുത്തു. വാ, ഉസ്താദ് മൈനറെ വിളിച്ചു. നമുക്ക് കുട്ടിച്ചാത്തനെ കാണാൻ പോകാം. അതിരാണിപ്പാടത്തു നിന്ന് 1.5 മൈൽ തെക്ക് ഭാഗത്തായി റെയിൽവേ പാതയ്ക്കരികെ ഒരു കുട്ടിച്ചാത്തൻ കാവുണ്ടായിരുന്നു. കാവിൻ്റെ മുറ്റത്തൊരു കൂറ്റൻ പാലമരവും. വെള്ളിയാഴ്ച പാതിരയ്ക്ക് ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ പാലക്കൊമ്പിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന കുട്ടിച്ചാത്തനെ കാണാമത്രേ. ആ കുട്ടിച്ചാത്തൻ്റെ അടുത്തേക്കാണ് ഉസ്താദ് ശ്രീധരനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാവിൽ നിന്ന് ഒരു വെടിപ്പാട് ഇപ്പുറത്തെത്തിയപ്പോൾ ഉസ്താദ് ഒരു മരത്തിനടുക്കൽ തങ്ങി നിന്ന് ശ്രീധരനോട് പറഞ്ഞു. ഞാനിവിടെ നിൽക്കാം, നീ ഒറ്റയ്ക്ക് കുട്ടിച്ചാത്തൻ കോവിൽ പോയി അതിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പാലം ഒന്ന് തൊട്ട് മടങ്ങി വാ. ശ്രീധരൻ ധൈര്യം നടിച്ചു നീങ്ങാൻ ഭാവിച്ചപ്പോൾ ഉസ്താദ് മടിയിൽ നിന്നും ഒരു ഇരുമ്പാണി എടുത്ത് നീട്ടി.